അടുത്ത വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അടുത്ത വർക്ക് എന്നല്ല, കഴിഞ്ഞ വർക്കിൻ്റെ തുടർച്ചയായിട്ടുള്ള വർക്കും കാര്യങ്ങളും, അത് സെന്നിൻ്റെ വീലാർച്ചും കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരു കണക്ഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് എന്താണെന്നുള്ളത് ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. കാരണം വെച്ചാൽ ഇവിടെ അത്രത്തോളം വൈഡായി നിൽക്കുന്നുണ്ടല്ലോ, ബാക്ക് ക്യാമറ എടുത്ത് കേട്ടോ, അത്യാവശ്യം വൈഡായി നിൽക്കുന്നുണ്ട് ഈ ഭാഗം. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ നമ്മൾ സെന്നിലൂടെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുപോലെ ബാക്കിലുണ്ടോ നമ്മൾ ഈ ഒരു ഭാഗം ഓരോ സെറ്റാക്കി പക്കാക്കി വെച്ചിട്ടുണ്ട്. MC ഇടുന്നത് എന്താ വെച്ചാൽ വലിയ കുഴിയും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ഇത് പെയിൻ്റ് അടിക്കുന്ന ടീമിന് കുറച്ച് ചെറിയൊരു സീനും കാര്യങ്ങളുണ്ടാവും ചെയ്യുന്ന കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ടൊന്ന് വൃത്തിയാക്കി കിട്ടുമെന്ന് മാത്രം. ഈ വണ്ടിയുടെ ബാറ്ററി ക്യാമ്പായിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാ വെച്ചാൽ ബാറ്ററി ക്യാമ്പ് സെറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ വൈഡാക്കി ഇത് അടിച്ചു നിർത്തേണ്ട ടൈമിൽ നേരെ റിട്ടേൺ പോകുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ക്യാമ്പ് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്താൽ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ നെട്ടും കൂടെ നമ്മൾ കയറ്റണതിൽ നെട്ട് ഇവിടെ കയറ്റിയിട്ട് ആ നെട്ട് ബോഡി കയറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് സെറ്റാക്കി എടുക്കാം. കാരണം വെച്ചാൽ വേറെ പീസോ കാര്യങ്ങളോ വെക്കാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അളവ് കിട്ടില്ല. ഇനി നമുക്ക് പറഞ്ഞാൽ ഇവിടുത്തെ അളവും കൂടെ നമുക്ക് അതായത് അലൈൻമെൻറ്റ് ചെയ്ത് വെക്കാന്നുള്ളതാണ്. ഈ ഒരു ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിന് ഇതുണ്ടോ, ഈ ഒരു വാസ്തു നമ്മൾ ഇതിവിടെ വെൽഡ് ചെയ്യും. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് വെൽഡ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നല്ല അപ്പോൾ കേട്ടോ ആയിട്ട് നമ്മൾ വെൽഡ് ചെയ്തെടുത്തു. ഇത് ഈ രീതിയിൽ വേണ്ട വാസർ വെച്ചാണ്ട് ഇവിടെ ഇപ്പോൾ കാണില്ലല്ലോ, അതാ ഈ ഒരു ടൈപ്പ് കേട്ടോ, ഓപ്പോസിറ്റ് ഉണ്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി പറഞ്ഞാൽ ആ പമ്പറിൻ്റെ ഭാഗം കൊടുക്കണം. അത് കൊടുക്കുന്ന ടൈമിൽ വെച്ചാൽ അതുപോലെ ഈ നെറ്റ് ഉണ്ടോ, ഈ നെറ്റ് നമ്മൾ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് കയറ്റിയതിന് ശേഷം ഇവിടെ ഒരു വാസർ ഇട്ട് കൊടുക്കും. ഒരു ബോഡിക്ക് കയറ്റി ചെയ്യുക. അപ്പോൾ അത്യാവശ്യം ആളായിട്ട് നല്ല ടൈറ്റ് നിൽക്കും. ഇത് വെൽഡ് ചെയ്തത് നമ്മൾ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യും. അതായത് ഇവിടെ ഒരു ബോൾട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഈ മുകൾ ഭാഗത്ത് സെറ്റ് ചെയ്യുമ്പോൾ ഇതിനൊരു പിടുത്തം വരും. ഓപ്പോസിറ്റ് പറഞ്ഞാൽ ഈ ഒരു പീസ് വന്ന് വെട്ടിയിരുന്നത് ഇവിടെ ഈ കട്ടിയും കാര്യങ്ങളും പോയിട്ട് ഇവിടെ ബോൾട്ട് പക്കായിട്ട് ഇരുന്നില്ല. അപ്പോൾ ആ ഒരു ഭാഗം കൂടെ ഇതിൽ ക്ലിയർ ആവും. അതാണെന്ന് വെച്ചാൽ ഇവിടെ വെച്ചിട്ട് ഇവിടെ ഈ ബോഡിക്ക് റോഡടിച്ചാണ്ട് ഈ നെറ്റ് ഉണ്ടല്ലോ നേരെ ഓപ്പോസിറ്റ് തിരിച്ചിടുക. അപ്പോൾ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് ഫുള്ള് പക്കായിട്ട് രണ്ട് ഭാഗം ബാലൻസ് ചെയ്ത് നിർത്തിയതിന് ശേഷം ഉള്ളിൽ ഒരു നെട്ടും കൂടെ ഇട്ടെടുത്താൽ ഇത് തമ്മിൽ നിൽക്കും. പിന്നെ വീല് ഈ ഭാഗത്തേക്ക് തട്ടില്ല കേട്ടോ. വീല് ഏകദേശം ഇതിൻ്റെ സംഭവം ഉണ്ട്. ഇങ്ങോട്ട് വൈഡാക്കി വെക്കരുത്, നേരെ ഉള്ളിലേക്ക് ഈ ഒരു ഭാഗത്തേക്കായിട്ട് വൈഡാക്കി വെക്കണം. മുകളിൽ റോളുണ്ട്, ഒന്നെങ്കിൽ ഇതിൽ കിട്ടാനും മതി, അല്ലാന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ ആയിട്ട് ഇതാക്കുക. എന്ന് വെച്ചാൽ നമുക്ക് വൈഡായി വരും വേണം. പിന്നെ നമ്മൾ ആക്ഷൻ വരുന്ന ടൈമിൽ ഈ വീല് നമ്മൾ തട്ടും ചെയ്യരുത്. ഓപ്പോസിറ്റ് വെച്ച് കാണിച്ചാൽ ഓപ്പോസിറ്റ് ആയിട്ടുണ്ടോ ഈ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ, ഈ കുറ്റിയുണ്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഇത് ഞെട്ടിട്ട് കൊടുക്കണം. കാരണം ഉള്ളിൽ ഓൾറെഡി ഞെട്ടുണ്ട്. ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ മനസ്സിലായത് കൊണ്ട് ഇതുണ്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് സൈഡിക്ക് വൈഡ്. ഇതിപ്പോൾ ഞാൻ എങ്ങനെ താന്നാലും അതിൽ പോയി തട്ടൂല. അപ്പോൾ ആ രീതിയിൽ ചെയ്യുകയാണ് നല്ലത്. ആദ്യം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞുതരാം. ഇവിടെ ഞെട്ടുണ്ട്. ഈ ഞെട്ട് നമ്മളിങ്ങനെ ടൈറ്റ് ആക്കുന്ന ടൈമിൽ ഈ ഒരു ഭാഗം പുറത്തേക്ക് ഇങ്ങനെ വൈഡായിട്ട് വരും, ഈ ഒരു ഭാഗം. അപ്പോൾ അതാണ് പ്ലാന് കേട്ടോ. നമ്മൾ ഇതാ ടച്ച് നിർത്തിയിട്ട് ബെൻഡാക്കി വെച്ചാലും ബൈ ചാൻസ് നമ്മളിതിവിടെ പ്രസ് ചെയ്യുന്ന ടൈമിൽ റിട്ടേൺ പോയാൽ ബുദ്ധിമുട്ടായില്ലേ. അപ്പോൾ ഇതാകുമ്പോൾ ഒരു പ്രശ്നം വരില്ല, അത്യാവശ്യം ദമ്മിൽ നിൽക്കും. പിന്നെ ഞാൻ പറയില്ലേ, ഈ സാധനം ഇങ്ങനെ ചെറിയിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വീല് തട്ടാനും ചാൻസ് ഇല്ല. എന്തായാലും കണക്ഷൻ വരുന്നുണ്ട് ബട്ടന്. അപ്പോൾ അതിൽ നമ്മൾ ഇവിടെ ഞെട്ടിട്ട് കണ്ട് ലോക്ക് ചെയ്യണം. ഇതാണ് നമ്മളൊരു ആർച്ച് ഏകദേശം ഒരു ലെവലിലേക്ക് ആക്കിയിട്ടുണ്ട്. ഞാൻ ഇറക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്. ഞാൻ ഫുള്ളായിട്ടൊന്നും കാണിച്ചു തരാം. ഒന്ന് വാഷ് ചെയ്ത് ലെവലാക്കണ്ട കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ കട്ടി സെറ്റാക്കിയുള്ള. ഇതാണ് ഫ്രണ്ടിൽ വരുന്നത്. ഫ്രണ്ടിൽ വരുമ്പോൾ പറഞ്ഞാൽ ഈ പമ്പറിൻ്റെ കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു ആർച്ച് പോകണം. ഇതിനി പെയിൻ്റ് അടിച്ചിട്ട് പൊട്ടിയിട്ട് ലെവലാക്കിയാലേ സെറ്റ് ആവുള്ളൂ കേട്ടോ. ഞാൻ ബാക്കിൽ ഏറെക്കുറെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞാൽ ഇവിടുന്ന് അടുത്ത പൊട്ടിടുന്നതിൻ്റെ ലെവലാണ്. ഇവിടുന്ന് ഇങ്ങനെ ആർച്ചായിട്ട് വരണം. ഏകദേശം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ ഒരു കസ്റ്റമർ അവർ എവിടെ നിന്നാണ് അടുപ്പിക്കുന്നത് വെച്ചാൽ അവിടെ കൊണ്ടുപോയിട്ട് ഒരു ക്ലിയർ ആക്കിയാൽ ആ ഭാഗം സെറ്റ് ആകും. കാരണം വെച്ചാൽ അത് ചെയ്യുന്നിടത്താണ് ബാക്കി കാര്യങ്ങൾ. എൻ്റെ ഒരു രീതിയിൽ പരമാവധി ഞാൻ ആർച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഭാഗം ഇപ്പം നമ്മൾ തട്ടൂല. ഇനി കുറച്ചും കൂടെ താത്തിയാലും ഈ ബാക്ക് തട്ടൂല. അതാണ് ബാക്കിൽ കുറച്ച് ഗ്യാപ്പ് നമ്മൾ വിട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഈ ലോറാമിനോ അല്ലെങ്കിൽ ബാലൻസ് റൗണ്ടൊക്കെ ചെറിയ ബുഷിന് തേയ്മാനൊക്കെ വരുമ്പോൾ ഈ ടയർ സ്വാഭാവികമായി ബാക്കിൽ വരും. അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്ന ടൈമിൽ നമ്മളിവിടെ അടുപ്പിച്ച് കൊടുത്തിട്ട് പണി കിട്ടും. അപ്പോൾ അത് കുറച്ച് വൈഡാക്കിയിട്ട് കൊടുത്തിട്ടുള്ളൂ. അതായത് ഈ ഒരു ഭാഗത്ത് നിന്ന് കുറച്ച് വൈഡാക്കിയിട്ട് ബാക്കിൽ നിന്ന് വരുമ്പോണ്ടോ ഒന്ന് വിട്ടുന്ന് കാണിച്ചിട്ടുണ്ടോ ലുക്ക്. അത്യാവശ്യം നല്ല രീതിയിൽ പതിഞ്ഞിറക്കുന്നുണ്ട്. പിന്നെ ബാക്കിൽ ഇവിടെ റൈറ്റ് ബുഷ് ഉണ്ടായിരുന്നല്ലോ, ആ ബുഷ് ഞാൻ എന്ത് റിട്ടേൺ കയറ്റും കേട്ടോ.
കയറ്റിയിട്ട് വിടുക. കാരണം വെച്ചാൽ അതിൻ്റെ മുകളിൽ നമ്മളെ കമ്പനി പുഷ് ഒഴിവാക്കിയിട്ടാണ് ലൈറ്റ് പുഷ് കയറ്റുക. അങ്ങനത്തെ ടൈം വരുന്ന ഇതിൽ പറയുമ്പോൾ അതിൻ്റെ മുകളിൽ ബോഡിയും വേണം ഇപ്പോൾ ആ ഒരു വീല് ആ ഒരു റിങ്സ് കാര്യങ്ങൾ സ്പ്രിങ് കാര്യങ്ങളൊക്കെ കിടക്കണേ. അപ്പോൾ അത് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറ്റിയിട്ട് പിന്നെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് താത്തണമെന്നുണ്ടെങ്കിൽ താത്തന്നില്ല. അതുണ്ടോ ഈ സ്പേസ് ഉണ്ട്. അതുകൊണ്ട് പതിഞ്ഞിറക്കുമ്പോൾ നല്ല രസമാണ്. അത് എന്നിൽ ചെയ്താൽ പക്കായിട്ട് നല്ലൊരു വൃത്തി ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ നിൽക്കുന്ന ടൈമിലുണ്ടോ ഇവിടെ കുറച്ചൊരു ഭാഗം എടുത്ത് നിന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗം കണ്ടോ കുറച്ച് വൈഡായിട്ടുണ്ട്. അതാ ഒരു സാഫ്റ്റ് കൊടുത്തല്ലോ നമ്മൾ അതിൻ്റെ അഡ്ജസ്റ്റിങ്ങിൻ്റെ പിന്നെ ഒരു ഐഡിയ ഇട്ടത്. ആ അഡ്ജസ്റ്റിങ് വന്നുകൊണ്ടാണ്. ഇനി പറഞ്ഞാൽ ഇത് പെയിൻ്റ് അടിച്ചിട്ട് സെറ്റായാലേ നമുക്ക് ഈ ഒരു ഭാഗം പക്കായിട്ടുള്ള ഫിനിഷിങ് തോന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ നമുക്കിത് ഇവിടുന്ന് കാണുന്ന പോലെ വീഡിയോസിൽ വേറെ രീതിയിലാണ് ഇതിൽ അത്രയും അത് സൂം ചെയ്ത് കാണുന്ന പോലെ തോന്നുന്നില്ല ഈ ഒരു പീസ്. ഇതിൻ്റെ ബാക്കിൽ വരുന്ന ആ ഷോക്കിൻ്റെ ഒരു ബോൾട്ടിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ട്, നല്ല അടി വരുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം ക്ലിയർ ആക്കിയതിന് ശേഷം ഈ വണ്ടി ഇന്ന് വൈകിട്ട് കൊടുക്കണമെന്നില്ല. പിന്നെ നമുക്ക് ഇന്നലെ വന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ കേട്ടോ, ഡാർപ്പയും കാര്യങ്ങൾ പൊട്ടി ഇത് ഫുള്ള് ഫിനിഷ് ചെയ്ത് സെറ്റായി കെട്ടിയതിന് ശേഷം ബാക്കി വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതായത് ഇന്നലെ വേറെ മെക്കാനിക്കൽ വർക്ക് 1-2 വണ്ടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം മഴ ആയപ്പോൾ മഴ ഇല്ലാത്തപ്പോൾ വെയിലാണ് കേട്ടോ. അപ്പോൾ നല്ല കാറ്റുണ്ടാവും. മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ടാൻ ചാൻസ് ഇല്ല. ഇത് മുകളിൽ വെള്ളം നിന്നിട്ട് കുറച്ച് വെയിറ്റ് ഉണ്ടാവും. ഈ വെയിറ്റ് ഇല്ലാത്ത ടൈം ആയപ്പോൾ മൊത്തം പൊട്ടിപ്പോയി. ഈ രണ്ടാമത് റീസെറ്റ് ചെയ്ത് കണ്ട് കെട്ടി ശരിയാക്കണം കേട്ടോ. ആകെ വെള്ളമാണ്, ബഗ്ഗിലൊക്കെ വെള്ളം നിന്നിട്ടുണ്ട്. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് അടുത്ത ഇൻഷാല്ലാ ബഗ്ഗി നമുക്ക് റീസെറ്റ് ചെയ്യണം. ബൂസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നിപ്പോൾ ഫുള്ളാക്കാൻ പറ്റിയെങ്കിൽ കഴിച്ചിലായി. നമ്മളൊരു വർക്ക് ചെയ്യുന്നതിലേക്കാരെ വേറെ വണ്ടിയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതിങ്ങനെ പെൻഡിങ്ങിലാണ് കേട്ടോ. അതാണ് സീന്. ഇത് പറഞ്ഞത് മുമ്പ് നമ്മൾ സെറ്റ് ചെയ്തത് 800-ൻ്റെ ഒരു ഭാഗത്താണ്. 800-ൻ്റെ ആ ഒരു ബൂസ്റ്ററും കാര്യങ്ങളൊന്നും ഇല്ല വേറെ മാസം സെൽറ്ററിനൊക്കെ. അപ്പോൾ ഇതിൽ പറഞ്ഞാൽ ഇവിടെ കുറേ മാറ്റം വരുത്തുന്നുണ്ട്. നമ്മൾ കുറേ കട്ട് ചെയ്തിട്ട് ഇതാക്കി കുറേ നോക്കി കിട്ടും, ക്ലിയർ ആയിട്ടില്ല. പിന്നെ ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് കുറച്ച് നീക്കി വെക്കണം. അതുപോലെ ഇവിടെ റോള് ചെയ്യണം. ഈ ഭാഗം കയറ്റി വെക്കണം അതിനകത്ത് ഇങ്ങനെ.
അപ്പോൾ കേട്ടോ ഐറ്റം നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ പറഞ്ഞാൽ ഇവിടെ ഒരു വാസർ ഇട്ട് കണ്ട് ടൈറ്റ് ചെയ്യണം, വാസറിനെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അതിന് മുകളിൽ ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ വരുമ്പോൾ നമുക്കിത് ഫുള്ള് വേർതിരിച്ചതിന് ശേഷം ഈ സാഫ്റ്റ് ആദ്യം കയറ്റുക, പിന്നെ ബൂസ്റ്റർ, പിന്നെ ഇത് വൈക്ക് കയറ്റേണ്ട കയറ്റാൻ പറ്റുള്ളൂ. നമ്മൾ സാധാ നമ്മൾ വണ്ടിയുടെ കാണിക്കണ പോലെ തന്നെ കേട്ടോ. ഇതാണ് ബൂസ്റ്റർ, ഞാൻ പറയാം റെഡ്സിൻ്റെ ബൂസ്റ്റർ. ഇവിടെ പറഞ്ഞാൽ ഈ ബൂസ്റ്ററിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മുതൽ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്പേസ് നമുക്ക് സ്പേസ് ക്ലിയറൻസ് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു നെറ്റ് ഇട്ടിട്ടുണ്ട്, ഒരു ലൂസ് നെറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഈ ഒരു പീസ് കയറ്റുക. അപ്പോൾ നമുക്ക് ഓവറായിട്ട് ടൈറ്റ് കിട്ടില്ല. ഇതെന്താ വെച്ചാൽ ഈ ഒരു ഭാഗം മുന്നോട്ട് കൂടുതൽ പോയിട്ടുണ്ടെങ്കിൽ ഇത് പ്രസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്കിൻ്റെ ചെറിയൊരു ഭാഗം പ്രസ് ചെയ്ത് നിൽക്കും. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അവിടെ തള്ളിയിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് ആക്കി. പിന്നെ ഫ്രണ്ടിൽ ഈ ഒരു ബാർ നമ്മൾ കറക്റ്റായിട്ട് പിന്നെ സെറ്റ് ചെയ്തു. ജസ്റ്റ് സ്പോട്ട് അടിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നതിന് ഫുള്ളായിട്ട് അടിച്ച് പോയിട്ടുണ്ടോ. പിന്നെ നെട്ട് ബോൾട്ടൊക്കെ സംഘടിപ്പിച്ച് സെറ്റാക്കുമ്പോൾ കേട്ടോ അത്രയും ടൈം പിടിക്കും നമുക്ക്. ഓരോ ഭാഗങ്ങൾ ക്ലിയർ ആക്കി വരുമ്പോഴേ കാണുമ്പോൾ സിമ്പിളാണ്, പക്ഷെ അത് നമ്മൾ അഡ്ജസ്റ്റിംഗ് ആണ് പറ്റാത്തത്. ഇപ്പോൾ ഇതിലിപ്പോൾ ബൂസ്റ്റർ സെറ്റ് ചെയ്തു. പിന്നെ ഈ കാണുന്ന പൈപ്പ് ഉണ്ടോ, ഇതിപ്പോൾ സ്പാൻഡ് എടുക്കാൻ പഠിച്ചിട്ടോ. അപ്പോൾ ഞാൻ കൈയോട് കയറ്റിയാ പിന്നെ അയക്കട്ടില്ല. ഇതിൽ നമുക്ക് ഈ പൈപ്പ് ഉണ്ടല്ലോ ഇത് സെറ്റ് ചെയ്തു, ഓപ്പോസിറ്റ് സെറ്റ് ചെയ്തു. ഇത് നല്ല വൃത്തിയിൽ സെറ്റ് ചെയ്യണം എന്ന് എഴുതുന്നുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ നമുക്കിത് ഓപ്പറേ സെറ്റിങ് പക്ക ആയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യം ക്ലിയർ ആക്കാൻ എഴുതിയിട്ടോ. പിന്നെ അപ്പോൾ ഇതാണ് ഫ്രണ്ടിലേക്കാണ് കണക്ഷൻ കൊടുക്കുന്നത്. ഒരു ബാക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അത് കിട്ടിയാൽ നമുക്ക് ബാക്കിൽ കണക്ഷൻ കൊടുക്കാം. കണക്ഷൻ ഇതേറ്റവും കൊടുത്തിട്ടുണ്ട്. മുമ്പത്തെ ആ മാസ്റ്റർ സിലിണ്ടർ നമ്മൾ കണക്ഷൻ കൊടുത്താണല്ലോ, അത് സെയിം ആയിട്ട്. പിന്നെ പറയാനുള്ളത് പറഞ്ഞാൽ ക്ലച്ചിൻ്റെ കേബിളാണ് ഈ കാണുന്നത്. ഇത് നേരെ വന്നിട്ട് ഇവിടെ വരും. ഇത് വന്നിട്ട് നേരെ ഇതാണ് ക്ലച്ചിൻ്റെ പടൽ വരുന്നത്. ഇത് നമുക്ക് കണക്ഷൻ വരും. പിന്നെ അത് നേരെ പോയിട്ട് ഇതുണ്ടോ ഇങ്ങനെ പോയിട്ട് സീറ്റിൻ്റെ അടികൾ അതൊക്കെ ക്ലിയർ ആക്കി വെക്കാനുള്ള കേട്ടോ. നമ്മളിത് പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണെങ്കിൽ പിന്നെ ബാക്കി കാര്യം ശരിയാക്കിയാൽ മതി എഴുതിയിട്ടോ. ഇതുണ്ടോ അല്ലെങ്കിൽ പിന്നെ എന്താ വെച്ചാൽ ഇത് ഫിനിഷ് ചെയ്തതിനു ശേഷം പിന്നെ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത്രയും പണിയെടുത്ത് വെറുതെ. അപ്പോൾ ഈ മുതലേ അതിന് മുമ്പേ പക്കായിട്ട് ബെൻഡൊക്കെ അടിച്ച് സെറ്റായി കൊടുക്കുന്നതാണ് ഈ 2 പൈപ്പ്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിലത്തെ. പിന്നെ ഈ ക്യാൻ ഉണ്ടല്ലോ, ഈ ക്യാൻ നമ്മളിതിന്ന് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ നമ്മൾക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ തൽക്കാലം സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഇവിടെ നമ്മൾ പൈപ്പ് എടുത്തുകൊണ്ട് ഏകദേശം ഈ ഒരു ലെവലിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരു ക്യാൻ കൊടുക്കുന്ന പ്ലാൻ. ഇത് ഫ്രണ്ടിക്ക് വരുമ്പോൾ ഗിൽസിന്നും ഫ്രണ്ടിക്കും ആവില്ല, അതുകൊണ്ടോ ഗിൽസിന്നും ഫ്രണ്ടിക്കും അല്ല. അപ്പോൾ ആ ഒരു ഭാഗങ്ങൾ ക്ലിയർ ആക്കണം. നമ്മൾ മാസ്റ്റർ സിലിണ്ടറിൽ ഓയിലും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം ഈ ഒരു ഭാഗങ്ങളുണ്ടോ പൈപ്പൊക്കെ ഫിറ്റ് ചെയ്ത് പൈപ്പിൻ്റെ ഇവിടെ ഇതുവരെ നമ്മൾ ഓയിലൊക്കെ എത്തിച്ച് ഇനി പറഞ്ഞാൽ പമ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഭാഗം ബ്ലീഡ് ചെയ്യണം 2 സൈഡും. നമുക്ക് ഏകദേശം ഫ്രണ്ട് വീലിൽ നമുക്ക് ബ്രേക്ക് പക്കാക്കിയെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്തൊന്ന് മൂവ് ആക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാമെന്നല്ല. സ്റ്റാർട്ടിങ് ഇട്ടുള്ള മൂവ് ആക്കി നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആക്കിയതിന് ശേഷം ചെയ്യണം. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഭവത്തേക്ക് പിന്നെ ഫ്യൂൽ എത്തിക്കണം. ഞാൻ അതിന് മുമ്പ് ഫ്യൂൽ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്രോളിൻ്റെ ഇവിടെ ഒരു കുപ്പിയിൽ വെച്ചുകൊണ്ട് നേരെ അതിലേക്ക് കാർബറേറ്റർക്ക് നമ്മൾ ഇറക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കിയിട്ട് അവർ ടാങ്ക് എടുത്തിട്ടുണ്ട്. ആ ടാങ്ക് കാണിച്ചാൽ ആ ടാങ്ക് നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. നമ്മളിവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. കണ്ടോ ഈ ഒരു ഭാഗം 2 ഹോള് ഇവിടെയാണ് ചെയ്യാൻ തരുന്നത്. അപ്പോൾ അതിന് പറഞ്ഞാൽ ഇത് സ്കൂട്ടറിൻ്റെ ടാങ്കാണ്. അപ്പോൾ അതിന് ഞാൻ അത് എടുത്തു വിടട്ടോ കേട്ടോ, നല്ല ഐഡിയ കിട്ടും കേട്ടോ. നമ്മളെ വർക്ക് പെൻഡിങ് ആയപ്പോൾ ഉമ്മാൻ്റെ പണി കേട്ടോ ഇതിന് ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഒതുക്കി ചെയ്യണം. ഇതാണ് ഐറ്റം. ഇതിൻ്റെ മുമ്പത്തെ കോഴിക്കോട് കേട്ടോ. ഇപ്പോൾ കോഴിക്കോടിൽ ഇപ്പോഴത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ സാധനമൊക്കെ സെറ്റ് ചെയ്യലാണ്. ഇപ്പോൾ ഇതിൽ അട്ടപ്പെട്ടി സാധനങ്ങൾ ഇത് വയറുണ്ടല്ലേ. ഇപ്പോൾ ഈ ഒരു മുതൽ ഒന്നാമത് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് നന്നായി. കാരണം വെച്ചാൽ ഇതിനുള്ള റെസ്റ്റ് കാര്യങ്ങൾ വെള്ളം കയറ്റുന്നുണ്ടെങ്കിൽ അലമ്പായിരുന്നു. ഇത് കുറേ കാലമായി കൊടുത്തിട്ടോ, ഒരു 1-2 മാസത്തോളമായി. ഇതാണ് ഐറ്റം. ആണ് ഐറ്റം. ഇതിൻ്റെ പറഞ്ഞാൽ നമ്മൾ ഈ ഡയഫ്രം കണ്ടോ, സോറി ഇവിടെ ഈ ഭാഗം കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഫ്യൂൽ ഇറങ്ങുന്ന ഭാഗം. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു ഭാഗത്തൂടെ ഒഴിക്കും, അതെല്ലാവർക്കും അറിയാലോ. ഇത് നമുക്ക് ഇതിൻ്റെ ഫ്ലോട്ട്, അതായത് ഫ്യൂൽ എത്രത്തോളം ഉണ്ട് അറിയാനുള്ള സിസ്റ്റം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു മുതൽ മാറ്റിയിട്ട് നമ്മൾ സാധാ ബൈക്കിൻ്റെ പിന്നെ ഓൺ ഓഫുള്ള ടൈപ്പ് വരുന്നുണ്ടല്ലോ,
ആ ഒരു സിസ്റ്റം കൊടുക്കണം. സ്ട്രെയിനർ വരുന്നത് ഇത് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ ഇതിക്ക് പെട്രോൾ ഇറങ്ങും. ഇതിന് പെട്രോൾ ഇറങ്ങിയിട്ട് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ സക്ക് ചെയ്യുന്ന ടൈമിൽ ഈ ഡയഫ്രം വരുമ്പോഴാണ് ഇതിന് പെട്രോൾ ഇറങ്ങുക. ഓൺ ഓഫ് ഇല്ല ഇതിന്. അപ്പോൾ നമുക്ക് ഈ ഒരു എഞ്ചിനാകുമ്പോൾ നമുക്ക് ആ രീതിയിൽ ചെയ്യണം. അപ്പോൾ ഇതിനൊരു മുതലേ കൊടുത്തിട്ടുണ്ട് കാണിച്ചുതരാം. ഈ ഒരു സംഭവം കേട്ടോ, ഇത് സാധാ ബൈക്കിലൊക്കെ വരുന്ന സിസ്റ്റം. നമ്മൾ ഇതിൽ കയറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മൈലേജ് എന്നല്ല പറഞ്ഞത്, അതായത് എത്രത്തോളം ആയി എന്നുള്ളത് നമുക്കറിയാം. പെട്രോളിൻ്റെ ലെവല് റിസർവ് ഒക്കെ ആവുമല്ലോ, ആ ഒരു സംഭവം. എന്തൊക്കെ ഉണ്ട് നോക്കട്ടെ, ഞാനും കണ്ടിട്ടില്ല. അപ്പോൾ ഇതായിട്ട് പൊട്ടിയിട്ടില്ലേ, ഇത് മുതൽ വേറെ എന്തുണ്ടല്ലോ കഴിക്കാം. ഇതിൽ വെച്ചാട്ടോ, ഇതിൻ്റെ ഒപ്പം വരുന്നല്ല ഉറപ്പ് തീരുമാനമായിരുന്നു. ഇതാണ് ഈ ഒറ്റക്കൈകളിൽ വീടെടുക്കുന്ന മെയിൻ ചെയ്യും. പൊട്ടിക്കാട്ടൊന്ന് കാണിച്ചത് ഐറ്റം. ഇത് ഞാൻ ഇതിൽ സൂട്ടാവുമെന്നും കൂടെ ചെക്ക് ചെയ്യണം. ഇപ്പം ഇത്രത്തോളം ഭാഗം മുളക്കുണ്ട്, ഇപ്പം അതിൻ്റെ ഉള്ളിൽ സ്പേസ് ഉണ്ടാവുമോ, അങ്ങനെ പ്രശ്നമുണ്ടല്ലോ കേട്ടോ. ആ ഉണ്ട്, ഗ്യാപ്പുണ്ട്, സെറ്റ്. പിന്നെ നിങ്ങൾ യൂട്യൂബിൽ വരും കേട്ടോ. നിങ്ങൾ നല്ല വർത്തമാനം പറഞ്ഞു, നിങ്ങൾ യൂട്യൂബിൽ വരും തരാം. ആ നിങ്ങൾ ഇവിടെ വന്നിട്ടേ നിങ്ങൾ കുറേ നാട്ടിർത്താനം പറയണ്ടേ. അല്ലേ ഇതൊക്കെ എടുത്തിക്കണ് ഞാൻ, എല്ലാവരും കാണട്ടെ. നിങ്ങളിപ്പോ ഇനി ഇങ്ങോട്ട് ചെറുക്കന്മാർ വരുമ്പോഴേ, നിങ്ങൾ ചെറുക്കന്മാർ വരുമ്പോൾ നിങ്ങളെ കട ഞാൻ പറഞ്ഞു കൊടുക്കും. ഇതാണ് കട സുൽത്താത്താനെന്നൊക്കെ പറഞ്ഞിട്ട്. ആ നിങ്ങൾ പറഞ്ഞൊക്കെ ഇതിൽ കേട്ടിരുന്നാല് പേര് മുതൽ. ഇത് നമ്മൾ ഇതിന് മുമ്പ് ഉണ്ടാക്കി കേട്ടോ, പിന്നെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് മൊബൈൽ വെക്കാൻ വേണ്ടിയിട്ട് മുമ്പ് ഈ സംഭവം നമ്മൾ സെറ്റ് ആക്കിയിരുന്നില്ല, അന്ന് വെച്ചാണ്, അന്ന് ശരിയാക്കിയാണ്. ഇത് സ്പ്രേ പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് ക്ലിയർ ആക്കണം എന്നൊക്കെ പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഞാൻ പിന്നെ മുമ്പ് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത വീട്ടിൽ ഈ ഒരു മുതലിന് ഇവിടെ സ്ട്രെയിനർ വരും ഇതിൻ്റെ ഉള്ളിൽ. ഈ ഒരു ബോൾട്ട് അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഇതിന് ആ സംഭവങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വേറെ അഡീഷണൽ ഇവിടെ സെറ്റ് ചെയ്യണ്ടോന്ന് എനിക്കറിയില്ല. ഇതാണ് ഐറ്റം. ഇത് ക്ലീൻ ആക്കണം, ഫുൾ പീസാക്കിയതിന് ശേഷം ഉള്ളത്തെ മോഡൽ കേട്ടോ. പിന്നെ റിസർവിൻ്റെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇത്തിരി സ്ട്രെയിനറുള്ളൂ കേട്ടോ. പിന്നെ ഇതിൽ ചെറിയ റിങ് അലമ്പാന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വെച്ചാൽ ഈ ഒരു മുതൽ നമ്മൾ റിസർവ് ടൈപ്പ് തന്നെ ആക്കി. ആ മൊത്തം ഇതിനുള്ളിൽ കയറി നിൽക്കുന്നുണ്ട്, കറക്റ്റ് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ തന്നെ ഇട്ടേക്കുക. റിങ് അലമ്പായിരുന്നു, റിങ് അലമ്പായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കയറ്റം തരുന്നതാണ്. ടീംസ് ഇവിടെ ഉണ്ടാവില്ല, മിസ്സായി. ഇതാ ഏറ്റില്ല എന്നുണ്ടെങ്കിൽ ലീക്ക് എടുക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫോൾട്ടാണ്. അപ്പോൾ ഇതാണ് സംഭവം. കയറ്റിങ് എന്ന് വെച്ചാൽ ഈ സംഭവം ഫിറ്റ് ചെയ്തിട്ട് ഏത് പൊസിഷനൊക്കെ വരും, നമുക്ക് കൈയിട്ടാണ്ട് തിരിക്കാനുള്ളൊരു ഗ്യാപ്പ് നോക്കിയാണ്ടത് ഏത് ഭാഗത്തേക്ക് തിരിച്ചു വെക്കണം. ഓക്കെ, ഡൺ. ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ വരുന്ന നമ്മൾ ഓൺ ഓഫ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ ഈ പെട്രോൾ ഉണ്ട് അത്രേ വരുന്നുള്ളൂ. കാരണം വെച്ചാൽ പെട്രോൾ ഏകദേശം ഈ ലെവലിക്കില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഇറങ്ങില്ല. അതെന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ ഈ ഒരു കാർബറേറ്ററിൻ്റെ ഒരു പൈപ്പ് ഉണ്ടല്ലോ, ബെൻഡ് പൈപ്പ് മുകൾക്കാണ് നിൽക്കുന്നത്. ഒന്ന് ബെൻഡാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം സ്ട്രൈറ്റ് ആയിട്ട് വന്നാൽ നമുക്ക് ഈ ഒരു ഭാഗം ക്ലിയർ ആവും. കാരണം ഇതിൽ എണ്ണ ഇതാ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഹൈറ്റ് ആകുമ്പോൾ നമുക്ക് ഈ ടാങ്കിൽ ഇത്രത്തോളം എണ്ണ കാണും. അപ്പോൾ ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ കാണും. അപ്പോൾ ഇത് ബെൻഡാക്കിയിട്ടുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് വരുമോ എന്നുള്ളൊരു സീനും കൂടെ ഉണ്ട്. തിരിച്ചു വെക്കാം, എന്താ അവസ്ഥ നോക്കി വെക്കാം. ഞാൻ ഓണാക്കുമ്പോൾ ഉണ്ടോ, ഫോണിലല്ല കേട്ടോ, കഴിഞ്ഞിട്ട് ഈ ലെവലിലേക്ക് വന്നു. ഇങ്ങനെ പ്രസ് ചെയ്യുന്ന ടൈമിൽ ഇറങ്ങുന്നുണ്ടോ, ചെറിയ രീതിയിൽ ഇറങ്ങുന്നുണ്ടോ, അങ്ങോട്ടും പോകണ്ടല്ലേ. ഈ മുതലാണ് ഇത് ഉണ്ടാകുന്നത്. നമ്മൾ അയച്ചു നന്നായിട്ട്. കാരണം വെച്ചാൽ ഇതിനുള്ളിൽ പറ്റ അലമ്പാണ്. കാരണം എണ്ണ ഇറങ്ങാൻ ചെറിയൊരു സീന് മിസ്സിങ് ഉണ്ടാകും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ. നമുക്ക് വേറെ എന്തൊരു ഇഷ്യൂ എന്ന രീതിയിൽ നിന്നാണ്. പക്ഷെ നമുക്ക് ഈ ഒരു സാധനം നമ്മൾ കയറ്റി കൊടുക്കാം. ഇത് വേറൊരു പിന്നെ കാർബറേറ്ററിൻ്റെ കേട്ടോ. ഒന്നുകൂടെ ബെൻഡിൽ മാറ്റുന്നുണ്ട്. കേട്ടോ, ബെൻഡിൽ മാറ്റുന്നുണ്ട്, ഉള്ളും അത്യാവശ്യം വൃത്തിയുണ്ട്. ഈ മുതലേക്ക് കയറ്റാം. ഇത് കയറ്റുമ്പോൾ പറഞ്ഞാൽ അറാൾഡേറ്റ് ഇട്ടാണ് കയറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തോട് പിന്നെ ലീക്ക് എടുക്കും. കണ്ടോ, ഇതാണ് അറാൾഡേറ്റ് പറഞ്ഞത്. എന്നാൽ ഈ പാക്കറ്റ് വരുന്നത് എല്ലാവർക്കും അറിയാത്തവർക്ക് കണ്ടിട്ട് എന്നുള്ളത്. ഇതുണ്ട്, ഇത് കുറേശ്ശെ ഇടുക. ചെറിയ രീതിയിൽ ഇട്ടാണ് മിക്സ് ആക്കിയിട്ട് കയറ്റി കൊടുത്താൽ പിന്നെ ആ ഒരു ഭാഗം ലീക്ക് ഉണ്ടാവില്ല. കേട്ടോ, അത് മതി. മിക്സ് ആകട്ടെ. സെറ്റ് ചെയ്തിട്ടോ ഈ കാണാനായിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇതുപോലത്തെ ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. ഓവറായിട്ട് ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. കാരണം പിന്നെ ആ ഒരു ഭാഗത്ത് ഉള്ളിലോട്ട് കയറ്റുന്നതിന് ഓവറായിട്ട് അടിയും. ചെറിയ രീതിയിൽ ഇങ്ങനെ റെസ്റ്റും കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇതാണ് ഇത് വരുന്നത്. പിന്നെ ഈ ഒരു ഭാഗം ഇതിൽ കണക്ട് ചെയ്യുക. പൈപ്പ് മാറ്റി കൊടുക്കണ്ട കേട്ടോ. ഞാൻ ഇപ്പോൾ കിട്ടിയ പൈപ്പ് കയറ്റാണ്. ഈ പൈപ്പിൽ നിന്ന് അത്യാവശ്യം നല്ല വൃത്തിയുള്ള പൈപ്പാണ്. കാരണം വെച്ചാൽ എന്നാലും നമുക്ക് ആ ഫ്യൂല് വരുന്നത് വേറെ ഉള്ള അറിയാം, വൃത്തിയിൽ അറിയാമെന്നുള്ള. പിന്നെ ഓണാക്കുമ്പോൾ കണ്ടോ ചെറുവില മെയിലായിട്ടുള്ളവരില്ല.
ഒരു മിനിറ്റ് ഓപ്പോസിറ്റ് ആക്കി ഇതിൽ കൂടെ തള്ളി വരും. പക്ഷേ അതിനെന്താ വെച്ചാൽ ഇതിലേറെ ഔട്ടാവുണ്ടാവില്ല. അതിന് സൊല്യൂഷൻ തുറന്നെടുക്കേണ്ടത് സ്റ്റാർട്ടിങ് ടൈമിൽ വലിക്കും. പിന്നെ ഇതിൽ ചെറുതായിട്ടുള്ള കേട്ടോ ഫീല്. ഞാനിപ്പോൾ ബൈക്കിൽ നിന്ന് ഊറ്റിയാണ്ട് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഒന്നുകൂടെ ദമ്മിൽ അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെറ്റ് ആവും. ഇതിപ്പോൾ നിറഞ്ഞു വരാൻ വേണ്ടിയിട്ടുള്ളൂ. ഓക്കെ സെറ്റ് വരുന്നുണ്ടോ? സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരും. ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്തു. ടാങ്കിലുള്ള കണക്ഷൻ പക്കായി കൊടുത്തു. ഇത് പെട്രോളിൽ ഫില്ല് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടാവും. പിന്നെ ഇത് സമാധാനമുള്ള വെച്ചാൽ നമുക്ക് ഓൺ ഓഫ് ചെയ്യാം. കാരണം വെച്ചാൽ മറ്റുള്ള ഇതിൽ ഓൺ ഓഫ് ചെയ്യാത്തതുകൊണ്ട് ഇടയ്ക്ക് നമുക്ക് ഈ ഒരു മുതൽ ചെറുതായിട്ട് തിരിഞ്ഞ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓവർഫ്ലോ വരും. അതുപോലെ തന്നെ ഉണ്ടല്ലോ ഞാൻ വീഡിയോ എടുക്കുകയാണ്. ഇത് പെട്രോളിൻ്റെ അവനെ കാണിച്ചു തരാം പുതിയ ഫിറ്റ് ചെയ്ത്. അപ്പോൾ ഈ ഒരു മുതലുണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓവർഫ്ലോ വരും. ഇത് കറക്റ്റ് ലെവലല്ലേ. അപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ. ഇതാട്ടോ ക്ലോസിങ് കാര്യങ്ങളും ആ ഭാഗങ്ങൾ സക്സസ് ആയി. പിന്നെ സ്റ്റാർട്ടിങ് സെറ്റായി. പിന്നെ എങ്ങനെയാ വെച്ചാൽ ഇത് ചെറിയ ഭാഗങ്ങൾ കുറച്ച് നേരം ക്ലിയർ ആക്കാണ്ട് ഇത് ക്ലിയർ ആക്കിയിട്ട് ഇവിടെ 1-2 സെറ്റപ്പ് ചെയ്യാണ്ട്. അത് ചെയ്തതിന് ശേഷം സ്റ്റാർട്ടിങ് കാര്യങ്ങൾ ഞാൻ ഐഡിയൽ റണ്ണിങ്ങിന് നിൽക്കുന്ന സംഭവം ഉണ്ടല്ലോ ആ പ്രോപ്പറായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ കമൻറ്റിൻ്റെ ഒരു സൈഡിലേക്ക് നീക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഹൈപ്പ് എന്നൊരു സംഭവം കിട്ടും. അത് നമ്മൾ മറക്കാതെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാണ് അത്രയും ഭാഗം നമ്മളാക്കി. ഇനി കുറേശ്ശെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണമെന്നുള്ളതാണ്. ഭയങ്കര വർക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഡിലേ ആവും. അല്ലാത്ത ടൈമിൽ നമുക്കിത് ഫുള്ള് ഫിനിഷ് ചെയ്യണം. അതുപോലെ ടയറും കാര്യങ്ങളൊക്കെ മാറ്റണം എന്നുള്ളതാണ് നല്ല ചെറിയ പരിപാടി. ഇത് ഇറങ്ങി അപ്പോൾ ഇതൊക്കെയാട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മളെ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഹൈപ്പ് ചെയ്യുക. എടാ ഇത് ടാറ്റ കൊടുക്ക് ഇങ്ങനെ കൊടുക്ക് ഇങ്ങനെ ടാറ്റ കൊടുക്ക്. എടാ വണ്ടിയിൽ വെച്ച് എടുക്കാം. അതാ വേറെ ടാറ്റ എടുത്താ